വയനാട്ടിൽ രാഷ്ട്രീയ പാർട്ടികൾ പ്രചരണം കൊഴുപ്പിക്കുകയാണ്. സുരേന്ദ്രൻ കൂടി സ്ഥാനാർത്ഥിയായതോടെ വയനാട് മണ്ഡലം കടുത്ത വാശിയിലാണ്. അപ്പോഴും എടുത്തു പറയേണ്ട കാര്യമെന്തെന്നാൽ രാഹുൽ ഗാന്ധി ഇതുവരെ പ്രചരണത്തിന് എത്തിയിട്ടില്ല എന്നതാണ്. എന്നാൽ UDF സ്ഥാനാർത്ഥി ഇതുവരെ എത്തിയില്ലെങ്കിലും പ്രചരണം ഒട്ടും മോശമാക്കിയിട്ടുമില്ല. രാഹുൽ ഗാന്ധി ഉറപ്പായും ജയിക്കുമെന്ന് പറഞ്ഞ് ഉഴപ്പരുതെന്ന് നേരത്തെ തന്നെ നേതൃത്വം ജില്ലയിലെ നേതാക്കൾക്കും പ്രവർത്തകർക്കും നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ സ്ഥാനാർത്ഥിയില്ലാതെ പ്രചരണം നടത്താൻ കോൺഗ്രസിന് ചെറിയൊരു ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. രാഹുലിന് രാഷ്ട്രീയ ടൂറിസ്റ്റ് എന്ന വിശേഷണമാണ് BJP നൽകുന്നത്. LDFും ആ രീതിയിൽ തന്നെയാണ് പ്രചരണം നടത്തുന്നത്. രാഹുൽ വരുന്നതോടെ മാത്രമേ ഈ ആരോപണങ്ങൾക്കെല്ലാം കൃത്യമായി മറുപടി നൽകാൻ UDFന് സാധിക്കൂ. അടുത്തയാഴ്ച രാഹുൽ വയനാട്ടിലെത്തിയേക്കും. UDF ക്യാമ്പിൽ പ്രചരണത്തിന് കരുത്തു പകരാൻ രാഹുൽ തന്നെ വരണമെന്ന് നേതാക്കൾ ആണയിട്ട് പറയുന്നുണ്ട്. LDF സ്ഥാനാർത്ഥി ആനി രാജ മണ്ഡലത്തിൽ ശക്തമായ പ്രചരണവുമായി സജീവമായി കഴിഞ്ഞു. UDFനെതിരെയും കോൺഗ്രസിനെ നേരിട്ട് ആക്രമിച്ചും LDF നേതാക്കളെല്ലാം വയനാട്ടിൽ സജീവവുമാണ്. ഈ സാഹചര്യത്തിൽ പിന്നിൽ പോകുന്നത് ഭൂരിപക്ഷത്തെ അടക്കം ബാധിക്കാൻ സാധ്യതയുണ്ടെന്നാണ് കോൺഗ്രസിന്റെ വിലയിരുത്തൽ. ഭാരത് ജോഡോ ന്യായ് യാത്രയുടെ തിരക്കിലായതിനാൽ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തുന്നത് നേരത്തെ വൈകിയിരുന്നു. എന്നാൽ ജോഡോ യാത്ര കഴിഞ്ഞിട്ടും രാഹുൽ ജില്ലയിൽ എത്തിയിട്ടില്ല. അദ്ദേഹത്തിന്റെ വരവ് പ്രതീക്ഷിച്ച കോൺഗ്രസ് പ്രവർത്തകരും നിരാശയിലാണ്. രാഹുലിന്റെ അസാന്നിധ്യം പ്രചരണത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് നേതൃത്വം. അതേസമയം ഡൽഹിയിലെ സാഹചര്യം രൂക്ഷമായിരിക്കുകയാണ്. കെജ്രിവാളിന്റെ അറസ്റ്റിലടക്കം പ്രതിപക്ഷം പ്രതിഷേധത്തിലാണ്. വയനാട്ടിൽ മത്സരിക്കുന്നതിൽ നിന്ന് രാഹുൽ പിന്മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അത്തരം ആശങ്കകളും കോൺഗ്രസ് നേതൃത്വത്തിനും UDFനുമുണ്ട്. ദേശീയ തലത്തിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം അടക്കം നടക്കുന്നതിനാൽ ഉടനെ മണ്ഡലത്തിലേക്ക് പ്രചരണത്തിനായി വരാനുള്ള ബുദ്ധിമുട്ടും രാഹുൽ ഗാന്ധിക്കുണ്ട്. ഇത്തവണ വളരെ കുറച്ചു തവണ മാത്രമേ മണ്ഡലത്തിലേക്ക് രാഹുൽ വരൂ എന്നാണ് സൂചന. വർക്കിംഗ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് അദ്ദേഹം ഇപ്പോൾ. നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ വയനാട്ടിൽ തന്നെ മത്സരിക്കുകയാണെങ്കിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന്റെ സമയം കണക്കാക്കി ഏപ്രിൽ ആദ്യവാരം എത്തുമെന്നാണ് സൂചന. അതേസമയം രാഹുലിന്റെ അസാന്നിധ്യം BJP മുതലാക്കുകയാണ്. രാഹുൽ ഗാന്ധിക്കെതിരെ മത്സരം കടുപ്പിക്കണമെന്ന BJPയുടെ ലക്ഷ്യമാണ് K സുരേന്ദ്രനെ ഇറക്കാൻ കാരണം. നരേന്ദ്രമോദി, JP നദ്ദ എന്നിവരുടെ നിർദ്ദേശപ്രകാരമാണ് അപ്രതീക്ഷിതമായി K സുരേന്ദ്രൻ വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്നത്. 2019 റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി ജയിച്ച മണ്ഡലമാണ് വയനാട്. 4.31 ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു വിജയം. നരേന്ദ്രമോദി സർക്കാരിനെ വീഴ്ത്തി UPA ഭരണത്തിലെത്തുമെന്നും രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാകുമെന്നുമുള്ള പ്രചരണമായിരുന്നു അന്ന്. ഈ പ്രചരണം തന്നെയാണ് രാഹുൽ ഗാന്ധിക്കും കേരളത്തിലുടനീളം കോൺഗ്രസിനും ഗുണമായത്. രാഹുൽ ഗാന്ധിക്ക് ജയം ഉറപ്പുള്ള മണ്ഡലമാണെങ്കിലും വലിയ തോതിൽ വോട്ട് കുറഞ്ഞാൽ തോൽക്കുമെന്നതിന് സമം തന്നെയാണ്. വോട്ട് കുറയാതെ നോക്കുക എന്നതാണ് UDFന്റെ ലക്ഷ്യം. ആനി രാജയുടെ പ്രകടനം മികച്ചതായാൽ രാഹുൽ ഗാന്ധിക്ക് വോട്ട് കുറയും. ദേശീയ തലത്തിൽ BJPക്ക് ഇതൊരു ആയുധമാവുകയും ചെയ്യും. അതേസമയം 1 ലക്ഷത്തിലധികം വോട്ട് നേടിയില്ലെങ്കിൽ K സുരേന്ദ്രൻ നാണം കിടും. തോൽക്കാൻ വേണ്ടി മത്സരിക്കുന്ന നേതാവ് എന്ന എതിരാളികളുടെ പ്രചരണത്തിന് ഫലവും കിട്ടും. ഈ ഗൗരവം കണക്കിലെടുത്ത് നരേന്ദ്രമോദിയെ പ്രചരണത്തിനിറക്കി രംഗം കൊഴുപ്പിക്കാനും BJP ക്യാമ്പിൽ ആലോചനയുണ്ട്.